നദികളിൽ സുന്ദരി യമുന എന്ന് വയലാർ എഴുതിയിട്ടുണ്ടെങ്കിലും ഗംഗാ നദി കണ്ടിട്ടുള്ളവർ പറയും നദികളിൽ സുന്ദരി ഗംഗയാണെന്ന്. ഹിമാലയൻ സാനുക്കളിൽ നിന്ന് കുന്നിറങ്ങി വന്ന് വാരണാസിയിലൂടെ പരന്നൊഴുകി ബീഹാറിനെ തണുപ്പിച്ച് ബംഗ്ലാദേശ് കടന്ന് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഗംഗ എന്ന നദി ലോകത്തിലെ തന്നെ പ്രശസ്തമായ നദിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗംഗ വെറുമൊരു നദിയല്ല, വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഗംഗയെ ഒരു പുണ്യ നദിയാക്കി മാറ്റി. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വിളനിലങ്ങൾ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുന്നത് ഗംഗയുടെ നീണ്ട ഒഴുക്കാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ അന്നമൂട്ടുന്ന അമ്മയായും ഗംഗയെ നമുക്ക് കാണാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. മറ്റു നദികളെ അപേക്ഷിച്ച് ഗംഗയിൽ കൂടുതൽ അളവിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ഇത് അന്തരീക്ഷം ശുദ്ധിയാക്കാൻ ഉപകരിക്കുകയും ചെയ്യും. ഗംഗാജലത്തിന് അഴുകലിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. കൂടിയ അളവിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിന് കാരണവും. വിഷ്ണുപാതി, ജാഹ്നവി, മന്ദാകിനി, ഭാഗീരഥി, പാപനാശിനി എന്നിങ്ങനെയും ഈ നദി അറിയപ്പെടുന്നു. ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗംഗാജലത്തിന് ആത്മശുദ്ധീകരണത്തിനും പാപനശീകരണത്തിനും ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. ഏഷ്യയിൽ 15ാമത്തെയും ലോകത്തിൽ 39ാമത്തെയും സ്ഥാനമാണ് ഗംഗയ്ക്കുള്ളത്. കപില മഹർഷിയുടെ കോപത്തിനിരയായ സൂര്യവംശത്തിലെ സഗരപുത്രന്മാർക്ക് മരണശേഷം മോക്ഷം അപ്രാപ്യമായിരുന്നു. സൂര്യവംശത്തിൽ പിറന്ന ഭഗീരഥൻ എന്ന രാജാവ് ശിവനെ തപസ് ചെയ്യുകയും ശിവന്റെ സഹായത്താൽ സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലെത്തിച്ച് ഗംഗാജലത്തിന്റെ സാന്നിധ്യത്തിൽ പിതാമഹന്മാർക്ക് മോക്ഷം ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം. ഗംഗാ ആരതിയും ഏറെ പ്രശസ്തമാണ്. ഗംഗാദേവിയുടെ ആരതി സമയം അന്തരീക്ഷം തികച്ചും ഭക്തിസാന്ദ്രമാകും. വിളക്കുകളുടെ ജ്വാല ആകാശത്തെ സ്പർശിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ആരതിയിൽ പങ്കെടുക്കാനായി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്ന് പോലും ധാരാളം ആളുകളെത്തും. ലോകപ്രശസ്ത ആരതി എന്നാണ് ഗംഗാ ആരതി അറിയപ്പെടുന്നത്. ഗംഗാ ആരതി പല സ്ഥലങ്ങളിലും നടത്തപ്പെടുന്നുണ്ടെങ്കിലും പ്രശസ്തമായത് ഹരിദ്വാറിലെയും കാശിയിലെയുമാണ്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഗംഗാ ആരതി നടത്തുന്നത്. ഈ ഗംഗാ ആരതി മനുഷ്യന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എല്ലാത്തരം നെഗറ്റീവ് എനർജികളെ നീക്കം ചെയ്യുമെന്നാണ് വിശ്വാസം. ഗംഗാ ആരതി നടത്തുന്ന സമയം തീരത്തിന്റെ കാഴ്ച വളരെ മനോഹരമാണ്. ആരതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില വേദമന്ത്രങ്ങൾ ഉരുവിടും. അതിനുശേഷം ഗണപതിയെ ധ്യാനിക്കും. പിന്നീട് ആരതി ആരംഭിക്കുകയും ചെയ്യും.